ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ മുഖ്യമന്ത്രിയുമായി സംവാദത്തിന് തയ്യാറാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. തെരഞ്ഞെടുപ്പ് കഴിയും വരെ മുൻ ദേവസ്വം മന്ത്രിയെ ചോദ്യം ചെയ്യാതിരിക്കാൻ സർക്കാർ SITക്ക് മേൽ സമ്മർദ്ദം ചെലുത്തിയെന്നും വി ഡി സതീശൻ ആരോപിച്ചു. കേസിൽ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ മൊഴിയെടുക്കുന്നത് SIT മറ്റൊരു ദിവസത്തേക്ക് മാറ്റി. ശബരിമല ദർശനത്തിനെത്തിയപ്പോഴായിരുന്നു സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ തുറന്ന സംവാദത്തിന് തയ്യാറാണെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രതികരണം. ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെയും പ്രസിഡന്റുമാരുടെയും മെമ്പർമാരുടെയും എല്ലാവരുടെയും മൊഴിയെടുക്കണം. ഇപ്പൊ പോയ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ വിളിച്ച് ചോദ്യം ചെയ്യണം. കാരണം രണ്ടാമത് ഇത് അടിച്ചു മാറ്റാൻ പോയ ആളാ. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്, A പത്മകുമാർ ബോർഡ് പ്രസിഡന്റായിരുന്ന കാലത്തെ ബോർഡ് അംഗങ്ങൾ തുടങ്ങിയവരെ SIT വിശദമായി ചോദ്യം ചെയ്യണമെന്നും ഇവരുടെ സാമ്പത്തിക സ്ഥിതി പരിശോധിക്കണമെന്നും വി ഡി സതീശൻ ആവശ്യപ്പെട്ടു. ശബരിമലയിലെ സ്വർണം കോടീശ്വരന് വിറ്റു എന്ന് ആദ്യം പറഞ്ഞത് താനാണെന്നും വി ഡി സതീശൻ. അതേസമയം SIT ഉദ്യോഗസ്ഥരുടെ അസൌകര്യത്തെ തുടർന്ന് സ്വർണ്ണക്കൊള്ളയിൽ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ മൊഴിയെടുക്കുന്നത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റി. സ്വർണ്ണക്കൊള്ളയിൽ രാജ്യാന്തര പുരാവസ്തു മാഫിയയ്ക്ക് ബന്ധമുണ്ടെന്ന വെളിപ്പെടുത്തലിലാണ് രമേശ് ചെന്നിത്തലയുടെ മൊഴിയെടുക്കാൻ SIT തീരുമാനിച്ചത്. അദ്ദേഹം ഒരു വ്യവസായിയാണ്, ഇന്ത്യക്ക് വെളിയിൽ ജോലി ചെയ്യുന്ന വ്യവസായം നടത്തുന്ന ആളാണ്. അപ്പം അദ്ദേഹത്തിന് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുണ്ടെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെന്തിനാണ് അത് മറച്ചു വെക്കുന്നത്? സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട 500 കോടിയുടെ ഇടപാടാണ് അന്താരാഷ്ട്ര കരിഞ്ചന്തയിൽ നടന്നതെന്നായിരുന്നു ചെന്നിത്തലയുടെ വെളിപ്പെടുത്തൽ. തിരുവനന്തപുരം ബ്യൂറോയ്ക്കൊപ്പം 24 സന്നിധാനം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.